നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് സൈഡുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ന്യൂമാറ്റിക് സിലിണ്ടറിൻ്റെ ഒരു പാർട്ടാണിത്. ഇതൊരു സിമ്പിൾ വർക്കാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇതെല്ലാം 2D വരച്ചിട്ട് ജസ്റ്റ് കട്ട് ഓപ്ഷൻ കൊടുത്ത് നമ്മൾ ചെയ്തേക്കുന്നതാണ് മോഡലൊക്കെ. ഇതൊരു അലുമിനിയം ബേസിൽ ചെയ്യാനുള്ളതാണ്. പിന്നെ ഇപ്പം ഞാനിവിടെ കുറച്ച് ടൂൾ പാത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ടൂൾ പാത്തിൻ്റെ കാര്യം പറയുമ്പം ടൂൾ പാത്ത് ഓരോ പ്രോഗ്രാമറിൻ്റെയും ഇതനുസരിച്ചിട്ടാണ്. നമുക്ക് പല രീതിയിൽ ഇപ്പം ഈ കാണുന്ന വർക്കിനെ നിങ്ങൾക്ക് പല രീതിയിൽ പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. ഓരോന്നിൻ്റെയും ടൈമും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം ഒരു പ്രോഗ്രാമറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് കിട്ടുന്നതിൻ്റെ ടൈമിൻ്റെ കുറവ്. അതായത് ഇപ്പോൾ 2 പേരിരുന്ന് പ്രോഗ്രാം ചെയ്യുമ്പം 2 പേരും ഇതിൻ്റെ ഔട്ട്പുട്ട് റെഡിയാക്കി തരും. പക്ഷേ ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഈവൻ നമ്മളുടെ ടൂളിൻ്റെ വിയർ പോലും വരാതെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കുറഞ്ഞ സമയത്തിൽ കിട്ടുന്ന ആരാണോ അവരെയാണ് നമ്മൾ നല്ലൊരു പ്രോഗ്രാമറായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് ടൂൾ പാത്തുകൾ എടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കിന്. നിങ്ങൾക്ക് ഈ ടൂൾ പാത്തിൽ ഇത് അതല്ല വേറെ ടൂൾ പാത്തുകൾ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് ടൂൾ പാത്തുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്യാം. ഈ ടൂൾ പാത്തുകളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കി ചെയ്യാം. ഇത് ഏറ്റവും ബേസ് ലെവലിലുള്ളൊരു ടോപ്പിക്കാണ്. ഇത് ഹൈ എൻഡ് ലെവലിൽ വർക്ക് ചെയ്യുന്നവരാരും ഇത് കണ്ട് കമൻ്റ് ഒന്നും ചെയ്യണ്ട. കാരണം ഇത് നമുക്കറിയാവല്ലോടാ എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിച്ചിട്ട് പലരുടെയും കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. ഒരു ഹൈ എൻഡ് ലെവലിലുള്ള ഒരാളെ സംബന്ധിച്ചുള്ളൊരു പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലിംഗോ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബേസ് ലെവലിൽ നിൽക്കുന്ന പഠിക്കാൻ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇതിലേക്ക് വരാൻ പ്രോഗ്രാം സൈഡിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരും ഒക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇത് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 സെറ്റപ്പിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ ഈ ഒരു വർക്കിൻ്റെ സൈസ് എന്ന് പറയും നമ്മളെടുക്കുന്ന റോ മെറ്റീരിയലും അല്ലെങ്കിൽ അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പ്രോഗ്രാം ചെയ്യുന്നത്. ഒരുപക്ഷേ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ ഒരു വർക്ക് പീസ് കറക്റ്റ് എക്സാക്റ്റ് സൈസ് അതായത് ഇതിൻ്റെ നീളവും വീതിയും ഹൈറ്റും ഏതെങ്കിലും ഒരു മെഷീനിങ്ങിൽ കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് സൈസായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വർക്കിൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ സൈസ് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഒരു മിനിറ്റ്. ഇതാണ് നമ്മളുടെ സൈസ് വരുന്നത്. അതായത് നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്ന റോ മെറ്റീരിയലിനൊക്കെയാണ് ഒരു 2 mm കൂടുതൽ എന്നുള്ള രീതിയിലുള്ള ഒരു സൈസ് നമ്മൾ എടുത്തിരിക്കുക. അതുപോലെ ഒരു 10 mm എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ. അതായത് നമുക്ക് വയസ്സിൽ ക്ലാമ്പ് ചെയ്ത് പിടിക്കാൻ പറ്റണം. അത് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു റോ മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടോപ്പിൽ നിന്നുള്ളതും ഇതിൻ്റെ ഔട്ടറും നമ്മൾ കറക്റ്റായിട്ട് മെഷീൻ ചെയ്ത് താഴെ വരെ ചെയ്യും. ടോട്ടൽ ഇതിപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 36 സംതിങ് ആണ്. ഈ 36 വരെയുള്ള ഈ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഔട്ടർ റഫ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളിത് തിരിച്ച് വെച്ച് ഇതിൻ്റെ ബാക്കിൽ എത്രയുണ്ടോ അത്രയും നമ്മൾ ഫേസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ 2 ഹോളുകളും നമ്മൾ മില്ല് ചെയ്തെടുക്കും. ഇതാണ് നമ്മളുടെ ടൂൾ പാത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ. ഇത് പല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ എടുക്കുന്ന റോ മെറ്റീരിയലും അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ റോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ വ്യത്യാസങ്ങൾ വരുത്തും. അതായത് ഈ ഹൈറ്റിലുള്ള വ്യത്യാസങ്ങളായിരിക്കും കൂടുതലും വരിക. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓടിച്ച് കാണിക്കാം. ഇത് ഞാനിവിടെ ടൂൾ പാത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കാം. ഫസ്റ്റത്തെ ടൂൾ പാത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ഇതിൻ്റെ ഔട്ട്സൈഡ് നമ്മൾ കോണ്ടൂർ ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് കോണ്ടൂർ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ടൂൾ പാത്ത് കംപ്ലീറ്റ് ഫുൾ ഡെപ്തിൽ ഇറക്കിയിട്ട് ഒരു ലീഡ് ഇൻ ഔട്ട് കൊടുത്ത് നമ്മൾ അതിൻ്റെ ഫിനിഷിംഗ് കംപ്ലീറ്റ് ചെയ്യും. ഈ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആകെ മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ടൂളിൻ്റെ ഫ്ലൂട്ട് ലെങ്ത് നമുക്ക് കംപ്ലീറ്റ് ഉണ്ടാവണം. അതായത് എത്രയാണോ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ട ഹൈറ്റ് അത്രയും ഫ്ലൂട്ടിന് ലെങ്ത് ഉണ്ടാവണം. ഓക്കെ. ഇവിടെ ഫ്ലൂട്ട് അല്ലെങ്കിൽ കട്ടിംഗ് ലെങ്ത് എന്ന് പറയുന്നതാണ് ഈ ഫ്ലൂട്ട് ലെങ്ത് ഞാൻ ഉപയോഗിച്ചത്. കട്ടിംഗ് ലെങ്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്ലൂട്ട് ലെങ്ത് ആയിട്ട് പറയുക. ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഈ പറഞ്ഞ മെറ്റീരിയൽ സ്റ്റോക്ക് നിൽക്കും. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഓപ്പറേഷനായിട്ട് കൊടുത്തിരിക്കുന്നത് സർക്കുലർ മില്ലാണ്. ഇത് സർക്കുലർ മില്ലായിട്ട് നേരെ അടിച്ച് താഴേക്ക് ഇറങ്ങുക. അതായത് നടുവിൽ ഇറങ്ങുന്നത് അതിനൊരു
ഡെപ്ത് കാര്യങ്ങളുണ്ട്. 0.5 ഡെപ്താണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ 0.5 ഡെപ്തിന് പ്ലഞ്ച് ആംഗിൾ നമ്മൾ കുറച്ചുകൊണ്ട് 2ഉം 3ഉം സ്ലൈസ് ചെയ്ത് നമുക്ക് ഇറക്കിയതിന് ശേഷം കംപ്ലീറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് ഇത് റഫ് ചെയ്യാൻ പറ്റും സർക്കുലർ മില്ല് ഉപയോഗിച്ച്. പിന്നെ സർക്കുലർ മില്ല് തന്നെ നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫിനിഷിങ്ങും യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. സർക്കുലർ മില്ല് നേരെ ഇൻസൈഡ് താഴെ ടോപ്പ് ബേസിൽ ഇറങ്ങുന്നു. ബേസിൽ ഇറങ്ങി ബേസിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോക്ക് കൂടെ റിമൂവ് ചെയ്തുകൊണ്ട് വാളിലേക്ക് എത്തി വാൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് ടൂൾ മുകളിലേക്ക്. ഈ സമയത്ത് നമ്മൾക്കറിയണം നമ്മളുടെ ടൂളിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആ കട്ടിംഗ് ലെങ്ത് കൃത്യമായിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ. ദെൻ അതിന് ശേഷമുള്ളത് കോണ്ടൂറാണ്. ഞാൻ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 12ൻ്റെ എൻമിൽ ഉപയോഗിച്ചുകൊണ്ട് കോണ്ടൂർ ടൂൾ പാത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നേരെ ടൂൾ വരുന്നു. ഇവിടെ നമ്മൾ അകത്തുനിന്ന് ഡെപ്ത് ഇറക്കിയിട്ടാണ് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് റാമ്പിലാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ ഡെപ്ത് ഇറക്കിയേക്കുന്നത്. സോ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ടൂൾ പാത്തായിട്ട് അതിൽ തന്നെ നമ്മൾ കോണ്ടൂറിൻ്റെ തന്നെ ടൂൾ പാത്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കോണ്ടൂർ ഉപയോഗിച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് ഇത് ലീഡിന് ഔട്ട് കൊടുത്ത് തന്നെ ഫിനിഷ് ചെയ്യണം. ഇതും നേരെ ടൂൾ വരുന്നു. ടൂൾ നേരെ ഇറങ്ങുന്നത് ഇൻസൈഡ് ഇറങ്ങി ലീഡ് ഇന്നാണ്. അതിന് ശേഷം അത് കംപ്ലീറ്റ് മെറ്റീരിയൽ അടിച്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ലീഡ് ഔട്ട് കൊടുക്കും. ഓക്കെ. സോ ഇതിൻ്റെ ഫിനിഷിങ് അതും കഴിഞ്ഞു. ദെൻ അടുത്തതുള്ളത് നമ്മളുടെ ഡ്രില്ലാണ്. സോ ഡ്രില്ലിങ് നിങ്ങൾക്കറിയാം സെൻറ്റർ ഡ്രില്ലാണ്. ജസ്റ്റ് സെൻറ്റർ ഡ്രില്ല് ചെയ്തു പോകുന്നു. ദെൻ അതിന് ശേഷം പെഗ് ഡ്രില്ലാണ്. പെഗ് ഡ്രില്ല് ത്രൂ ഔട്ട് താഴേക്ക് ഇതൊരു ഓപ്പൺ ഹോളാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇത് താഴേക്ക് ഇറക്കുന്നു. പിന്നെ ഇതൊരു 10 mm ഇവിടെ സ്റ്റോക്ക് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇറക്കിയാലും ഇവിടെ അഡീഷണൽ ഇറങ്ങുന്ന എമൗണ്ട് അതായത് ടൂളിൻ്റെ ആംഗിൾ ഉണ്ടല്ലോ ആ ആംഗിൾ നമുക്ക് കാണിച്ചു തരാം. ടൂൾ ഇറങ്ങി വരുന്ന ആംഗിൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്കിത് ഇടാം. ടൂൾ ഇവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് ഇവിടം വരെ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഉണ്ടോ ടിപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇറങ്ങി വരുന്നത്. ഇങ്ങനെ ഇറങ്ങി നമുക്ക് താഴെ നമ്മളുടെ ബേസിന് താഴെ വരുമ്പം ഇതിവിടെ ഇറങ്ങി നേരെ നമ്മളുടെ താഴെ എത്തി. ഇതിൻ്റെ ആംഗിൾ ഉണ്ടല്ലോ പ്ലഞ്ച് ആംഗിൾ, ഈ ടൂളിൻ്റെ ഈ കാണുന്ന ആംഗിളിൻ്റെ ഹൈറ്റും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അത് കൂടെ താഴേക്ക് വരും. ഇപ്പോൾ ഇത് 10 mm അവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഒരു 5 mm 6 mm ഒക്കെ ചിലപ്പം ഈ ഹൈറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലും നമുക്കവിടെ വൈസിലോ അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന ബ്ലോക്കുകളിലോ ഒന്നും പോയി ഹിറ്റ് ചെയ്തില്ല. സോ അതുകൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഉള്ള കാരണം കുഴപ്പമില്ല. നമ്മളത് കൊടുത്ത് താഴേക്ക് ഇറങ്ങും. ഇനി അതിന് ശേഷം ഇവിടെ വരുന്നത് അതിന് ശേഷമുള്ളതാണ് സെയിം തന്നെ. ഇതിന് കൗണ്ടർ അടിക്കാനാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് ഡ്രില്ല് തന്നെ നമ്മൾ മറ്റേത് ചെയ്യാണ്. ഡ്രില്ലിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. രണ്ടിനും 2 സൈസാണ്. അതുകൊണ്ട് അതും നമ്മൾ പെഗ് ഡ്രില്ല് ചെയ്തിട്ട് ചെയ്യും. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കൗണ്ടർ വരുന്നത് നമ്മൾ 2 ഹോളിനകത്തും കൗണ്ടർ വരുന്നുണ്ട്. 2 ഹോളിലും കൗണ്ടർ ഉണ്ട്. കണ്ടോ? അതിൻ്റെ സ്ക്രൂവിൻ്റെ ഹെഡ് ഇറങ്ങി കിടക്കാനാണ്. അപ്പോൾ ഈ കൗണ്ടർ വരുന്നത് നമ്മൾ കോണ്ടൂർ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോണ്ടൂർ ടൂൾ പാത്ത് തന്നെ യൂസ് ചെയ്തുകൊണ്ട് റാമ്പിൽ ഇറക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഫിനിഷിങ്ങും നമ്മൾ ചെയ്യുന്നത് റാമ്പിൽ തന്നെയാണ്. ഇവിടെയും ലീഡ് ഇൻ ആൻഡ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ ചെറിയ എമൗണ്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ലീഡ് നമുക്ക് കിട്ടും. വലിയ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ലീഡ് കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കില്ല. ഓക്കെ. ഡയറക്റ്റ് വാളിലൂടെ ഇറങ്ങുന്നതായിട്ടായിരിക്കും. ഇപ്പോൾ രണ്ടാമത്തതിൻ്റെ ഹോളിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടും ലീഡ് ഇൻ ഔട്ട് കൊടുത്ത് അതിനും ഇവിടെ കാണാൻ പറ്റും ചെറിയൊരു ലീഡാണ് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് സർക്കിളിൽ നിന്ന് ഇങ്ങോട്ട് മാറി വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെതുണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ അടുത്തതെന്ന് പറയുന്നത് ടൂൾ പാത്ത് ഗ്രൂപ്പ് ഞാൻ മാറ്റി. ഇത് നമ്മളിനി വർക്ക് മെഷീനിൽ എന്താവണം ഇത് തിരിച്ചു വെക്കണം. ഈ വർക്ക് തിരിച്ചു വെക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 mm അഡീഷണൽ പീസ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ടോപ്പിൽ നിന്നും ഈ താഴെ വരെ നമ്മൾ 0 സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സർഫസിലായിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ടോപ്പ് ഓഫ്സെറ്റ് സ്റ്റോക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ 10 mm ആണ്. 10ൽ നിന്നും 0 വരെ മെഷീൻ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രോഗ്രാം ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. സോ ഇവിടെ ഫേസിങ് നടക്കും. ഫേസിങ് കഴിഞ്ഞതിന് ശേഷം അതിന് ഫിനിഷിങ് ഞാൻ കൊടുത്തിട്ടില്ല. ഒറ്റ ഫേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അടുത്തത് കോണ്ടൂർ തന്നെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഇതിൻ്റെ ഇൻസൈഡ് ഹോൾ ചെയ്തിരിക്കുന്നത്. ഇൻസൈഡ് ഹോൾ നമ്മൾ ചെയ്യുന്നത് സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് റാമ്പ് ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നേരെ അവിടെ കറക്റ്റ് അടിച്ച് താഴേക്ക് ഇറങ്ങും. ഇതേ സെയിം സാധനം ഇപ്പുറത്തേക്കും വരും. ഇത്രയും ഹൈറ്റ് നമുക്ക് പൊക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതിൻ്റെ ഡിസ്റ്റൻസ് നിങ്ങൾ റിട്രാക്ട് ഹൈറ്റ് അല്ലെങ്കിൽ ക്ലിയറൻസ് ഹൈറ്റ് എന്ന് പറയുന്ന രണ്ടാമത് നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞ് ഇത്രയും ഹൈറ്റിൽ പൊന്തിയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ആ മൂവ്മെൻറ്റ് നമുക്ക് അത്രയും വേണ്ട. ഇവിടെ ഒരു 10 mm നമ്മൾ ഇൻക്രിമെൻ്റൽ വാല്യൂ കൊടുത്താൽ മതി. ഞാനൊരു 5 mm ആക്കി കൊടുക്കുകയാണ്.
ഇപ്പോൾ ഇത് ടൂള് പാസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കംപ്ലീറ്റ് അടിച്ചതിന് ശേഷം ഉണ്ടോ? ഇപ്പം ഇത്രയും പൊങ്ങിയാ പോയത്. നേരത്തെ നമ്മൾ ഇത്രയും ഹൈറ്റിൽ പൊങ്ങിയിട്ടാണ് പോയത്. അത് നമുക്കിങ്ങനെ ഇൻക്രിമെന്റിൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ടൈം കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. ഈ പറഞ്ഞ റിട്രാക്ട് ഹൈറ്റും ഫീഡ് പ്ലെയിനും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇൻക്രിമെന്റലിലോ അബ്സല്യൂട്ടിലോ ചെയ്യേണ്ട സമയങ്ങളിൽ അത് മാറി മാറി കൊടുക്കണം. ഇതില്ലെങ്കിൽ ടൂള് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ താഴെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ കോണ്ടൂർ അടുത്തതും സെയിം തന്നെ. ഇപ്പം നമ്മൾ ചെയ്ത അതേ ടൂൾ പാത്ത് തന്നെ യൂസ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടിന്റെയും ഫിനിഷും റഫ് പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഈ ഒരു ടൂൾ പാത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ടൂളിൻ്റെ ഫ്ലൂട്ട് ഹൈറ്റ്, ഫ്ലൂട്ട് ലെങ്ത് കാര്യങ്ങളൊക്കെ നോക്കുക. ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർക്കിൻ്റെ ഔട്ട്പുട്ട് കംപ്ലീറ്റ് ആക്കാം. പിന്നെ മെഷീനിലുള്ള കാര്യങ്ങളാണ്. അത് മെഷീനിൽ തന്നെ ചെയ്ത് വേണം. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഈ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് വർക്കിനെ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇവിടെ എന്താ ഈ ഒരു ഹോൾ നമ്മൾ ആദ്യം ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയ ഹോൾ ഇവിടെയായിരുന്നു. ഇത് തിരിച്ചു വെക്കുന്ന സമയത്ത് ഹോളിന് ചേഞ്ച് വന്നിട്ടുണ്ട്. അതേ രീതിയിൽ പൊസിഷൻ മാറരുത്. തിരിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ ഹോൾ റൈറ്റിലാണ് നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ വരുന്നത്. അതേ രീതിയിൽ തന്നെ വർക്കിനെ തിരിച്ചു വെക്കണം. അതെല്ലാം ഓപ്പറേറ്ററുടെ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ്. ആളത് മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് എല്ലാം തിരിഞ്ഞു പോകും. ഓക്കെ. അപ്പം അങ്ങനെ വരും. പിന്നെ പിന്നെന്താണ് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് വലിയ ഡീറ്റെയിലിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതേ മോഡൽ ഏകദേശം ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിലൊരു വർക്ക് നിങ്ങൾക്ക് ചെയ്തിട്ട് അതായത് ഒരു ഡിസൈൻ ചെയ്തെടുക്കുക. അതിനുശേഷം അതിന് ഇതേ രീതിയിൽ തന്നെ പ്രോഗ്രാം ചെയ്യുക. സൈസ് ഒന്നും നോക്കണ്ട. നിങ്ങൾക്കൊരു ഏകദേശം അപ്രോക്സിമേറ്റ് സൈസ് ഇട്ട് ഏകദേശം ഇതേ മോഡൽ ഒരെണ്ണം വരയ്ക്കുക. ഓക്കെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാനത് കമൻറ്റ് ഇടുവാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും പരിഗണിച്ച് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഡോൺ ബോസ്കോയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഡോൺ ബോസ്കോയിൽ CNCയുടെ ഇൻചാർജാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടോ CNCയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിലോ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഓൾറെഡി നമ്മളുടെ യൂട്യൂബിൽ പല വീഡിയോകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.